Hello dear students, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ക്വസ്റ്റ്യൻ നമ്പർ 14. See the question. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. A എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, i plus 2j plus k. B is another vector 2i plus 7j plus 3k. Let L1 is a line. നമുക്കറിയാം L1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്. L1 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. R is equal to a plus lambda b ഫോം ആണ്, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദിസ്. സം വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു അനദർ വെക്ടർ ഫോം. And L2 is another vector R. That is again the same form. ഇവിടെ നമുക്ക് ലാംഡ റിയൽ നമ്പർ ഉണ്ടോ, മ്യൂ റിയൽ നമ്പർ ആണ്. ബി ടു ലൈൻസ്. ഇഫ് ദി ലൈൻ L3 പാസസ് ത്രൂ ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് L1 ആൻഡ് L2. അപ്പോൾ ഈ L1ഉം L2ഉം തമ്മിൽ പരസ്പരം ഒരു പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. ആ പോയിന്റിലൂടെ ആര് പാസ് ചെയ്യുന്നു? L3 പാസ് ചെയ്യുന്നു. ഈ L3 a പ്ലസ് ബി എന്ന് പറയുന്ന ഒരു വെക്ടറിന് പാരലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസ് ത്രൂ L3 pass through the point of intersection of L1 and L2 and it is parallel to a plus b. Then L3 passes through the point. അങ്ങനെയാണെങ്കിൽ L3 പാസ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ ചെയ്യണമെന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. ഇതിന്റെ സിറ്റുവേഷൻ നോക്കാം. See, first of all we have a lines. നമ്മളൊരു ലൈൻ എടുക്കുകയാണ് L1. ഒരു മിനിറ്റ്. ഓക്കെ, there is a line L1. ഓക്കെ, there is a line L1. ഓക്കെ, ഇതൊരു L1 എന്ന് പറയുന്ന ലൈനാണ് വിചാരിച്ചോളൂ. There is another line L2. ഓക്കെ, ഇത് L2 ആണ്. There is another line L3. ഇതാണ് L3 വിചാരിച്ചോളൂ. L3 is passing through the point of intersection of L1 and L2. Okay, this is L1, this line is L2 and this is L3. L3 is passing through the point of intersection of L1 and L2, and also there is another vector which is parallel to, there is another vector which is parallel to this L3. Okay, ആ വെക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that vector is a plus b. ഇതാണ് മക്കളെ a plus b എന്ന് പറയുന്ന വെക്ടർ. this a plus b is parallel to the line L3. ഓക്കെ, അപ്പോൾ നമ്മൾ L3 ഓൾസോ പാസിങ് ത്രൂ ഏത് പോയിന്റ് എന്നാണ് ചോദിച്ചത്. L3 പാസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് നമ്മളോട് ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്യും? L3ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഓരോ പോയിന്റ് ആ L3ൻ്റെ ഇക്വേഷൻ ഇട്ടിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കും. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ഓപ്ഷൻ ഇട്ട് നോക്കിയാൽ പറയാൻ പറ്റുള്ളൂ. കാരണം L3 എന്ന് പറയുന്ന ലൈനിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ടാവും. അതിൽ ഏത് പോയിന്റിലൂടെ L3 പാസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി ആൻസർ. ബട്ട് പെർട്ടിക്കുലർ പോയിന്റ്സുകൾ തന്നിട്ട് അത് L3ൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വി ക്യാൻ ചെക്ക് ഇറ്റ്. ദാറ്റ്സ് വെരി ഈസി വേ. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി ഇക്വേഷൻ ഓഫ് L3 ഫസ്റ്റ്. So equation of L3, how to find the equation of L3? You have to find out the point of intersection first. Because നമുക്ക് ഒരു ലൈൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈനിൽ ഒരു പോയിന്റ് എങ്കിലും മിനിമം വേണം. ആൻഡ് വി നീഡ് ദി കോമൺ വി നീഡ് ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ L1 എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോ, L1 എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് പോയിന്റ് എന്താണ്? ഞാൻ L1ൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. L1 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് പോയിന്റ് ഏതൊക്കെയാണ് മക്കളെ? ഇവിടെ നിന്നാണ് പോയിന്റുകൾ കിട്ടുക അല്ലേ? ഡയറക്ഷൻ റേഷ്യോ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇതാ എ ആണ്. എ ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോൾ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡയറക്ഷൻ നമ്പർ ഫ്രം എ ആണ്, ദറ്റ് ഈസ് 1, ഇസ് ഈക്വൽ ടു y മൈനസ് 2 ഡിവൈഡ് ബൈ ഡയറക്ഷൻ നമ്പർ ഫ്രം എ ആണ്, ദറ്റ് ഈസ് 2. എ എന്ന് പറയുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്ഷൻ നമ്പർ എടുക്കാൻ കേട്ടോ. z minus point is 1 by direction number is 1. Okay, suppose this is lambda. നമ്മൾ ലാംഡ എടുത്തു. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എക്സ് വൈ സെഡ്. എക്സ് ഈക്വൽ എന്താ മക്കളെ? ലാംഡ മൈനസ് 1. വൈ is equal to 2 lambda plus 2. z is equal to lambda plus 1. So we have x, y, z. x is there, y is there and z is there. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് എന്ത് കിട്ടി? ലാംഡ മൈനസ് 1 കിട്ടി. വൈ എന്ത് കിട്ടി? 2 ലാംഡ പ്ലസ് 2 കിട്ടി. സെഡ് എന്ത് കിട്ടി? ലാംഡ പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ L2 എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ ഇതാണ്. L2ൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ ഇതാണ്, ശ്രദ്ധിക്കണേ. L2ൻ്റെ ഇക്വേഷൻ. അപ്പോൾ L2ൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, L2 എന്ന് പറയുന്ന ഇക്വേഷനിൽ പോയിന്റുകൾ നിങ്ങൾക്കറിയാം 0, 1, 1 ആണ്. കാരണം ഐ അവിടെ ഇല്ല, ഐ ജെ പ്ലസ് കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ 0, 1, 1 ആണ്. അപ്പോൾ എക്സ് മൈനസ് പോയിന്റ് എഴുതി ഈക്വൽ ടു വൈ മൈനസ് പോയിന്റ് ഏതാണ് പറഞ്ഞേ? y minus point, x minus point 0 ആണ്. I ഇല്ല, 0 ആണ്. y minus point is 1 equal to z minus point is 1 and by direction ratios from vector b ആണ്, that is 2, 7, 3. എന്താണ്?
2, 7, 3 ആണ്. Suppose this is mu. So from here we get x equal to 2 mu, only 2 mu, y is equal to 7 mu plus 1, and z is equal to, you can say z is equal to 3 mu plus 1, 3 mu plus 1. Okay, ഇനി നമ്മൾ ആദ്യത്തെ എക്സും രണ്ടാമത്തെ എക്സും നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് എക്സ് ആൻഡ് സെക്കൻഡ് എക്സ് വി ആർ ഇക്വേറ്റിംഗ്, ഫസ്റ്റ് വൈ ആൻഡ് സെക്കൻഡ് വൈ വി ആർ ഇക്വേറ്റിംഗ്, ആൻഡ് വി വിൽ ഗെറ്റ് ഐദർ ലാംഡ ഓർ മ്യൂ, എനി വൺ ഓഫ് ദം വി ക്യാൻ ഗെറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യത്തിൽ നിന്ന് എക്സ് ഈക്വൽ ടു ലാംഡ മൈനസ് 1 അല്ലേ. അപ്പോൾ ലാംഡ മൈനസ് 1 ഇസ് ഈക്വൽ ടു, രണ്ടാമത്തിൽ എക്സ് എന്താണ്, 2 മ്യൂ ആണ്. സോ വി റൈറ്റ് 2 മ്യൂ. ആദ്യത്തിൽ എക്സ് എന്താണ്, വൈ എന്താണ്, 2 ലാംഡ പ്ലസ് 2 ആണ്, 2 ലാംഡ പ്ലസ് 2 ആണ്. രണ്ടാമത്തിൽ വൈ എന്താണ്, 7 മ്യൂ പ്ലസ് 1 ആണ്, 7 മ്യൂ പ്ലസ് 1 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. So from the first equation I can find a lambda. Lambda is 2 mu plus 1, that I am going to substitute in the second equation. So 2 into lambda means 2 mu plus 1 plus 2 is there is equal to 7 mu plus 1. So what we get, ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുക 4 mu plus 2 plus 2 is there is equal to 7 mu. Okay, 7 mu plus 1 എന്നാണ് കിട്ടുക. ഓക്കെ, 7 mu plus 1. എടാ ഇതിനിങ്ങോട്ട് കൊണ്ടുപോവാ, ഇത് 4 അല്ലേ, 1 ഇങ്ങോട്ട് കൊണ്ടുപോവാ, 4 മൈനസ് 1 3, 3 is equal to 3 mu എന്ന് കിട്ടി. ദാറ്റ് മീൻസ് mu is equal to 1 എന്ന് കിട്ടി. സോ നമുക്ക് ആൻസർ ആയി. mu 1 ആണെങ്കിൽ ഈസിലി ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിൽ ഗെറ്റ്, ദിസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് mu 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എക്സ് 2 ആണ് അല്ലേ. എക്സ് എത്ര കിട്ടൂടാ, എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും, വൈൻ്റെ വാല്യൂ 8 കിട്ടും. സോ ദിസ് പോയിന്റ് ഈസ് 2, 8, and z value will be what, z is 3 plus 1 4 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് 284 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കിട്ടിയത് 284 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എ പ്ലസ് ബി കണ്ടുപിടിക്കണം. എ പ്ലസ് ബി എളുപ്പമാണ്. ഇവിടെ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഈസി ആയിട്ട് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി കിട്ടും. ഐ പ്ലസ് 2i എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3i ആണ്. ഓക്കെ, 3i ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താടാ, 3i. ഓക്കെ, 3i പ്ലസ്, പിന്നെ അടുത്തെന്താണ് എ പ്ലസ് ബിയിൽ അടുത്ത് 2j പ്ലസ് 7j എന്ന് പറഞ്ഞാൽ 9j എന്ന് കിട്ടും. ഓക്കെ, 9j പ്ലസ് അടുത്തത് കെ പ്ലസ് 3k എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 4k എന്ന് കിട്ടും. എന്താ കിട്ടുക, 4k എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ നമ്പേഴ്സ് 3ഉം 9ഉം 4 ആണ്. അപ്പോൾ നമുക്ക് ഈ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ പറയാൻ പറ്റും, ഏത് ലൈൻ്റെ ഇക്വേഷൻ ഓഫ് L3 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ ഡയറക്ഷൻ നമ്പർ എത്രയാണ്, 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് 8 ഡിവൈഡ് ബൈ ഡയറക്ഷൻ നമ്പർ എത്രയാണ്, 9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് 4 ഡിവൈഡ് ബൈ ഡയറക്ഷൻ നമ്പർ ഈസ് 4 ആണ്. നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ബൈ എന്താ കിട്ടുക, എക്സ് മൈനസ് 2 ബൈ 3 ഇസ് ഈക്വൽ ടു വൈ മൈനസ് 8 ബൈ 9 ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് 4 ബൈ 4 എന്ന് കിട്ടും. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ ഓഫ് L3. അപ്പോൾ L3 കിട്ടി. ഇനി L3 പാസസ് ത്രൂ ഏത് പോയിന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓപ്ഷൻസ് എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻ എ എന്ന് പറയുന്നത് 8, 26, 12 ആണ്. അപ്പം 8, 26, 12 നമ്മൾ ഇതിലിട്ട് കൊടുക്കുമ്പോൾ എടാ എക്സിന് 8 കൊടുക്കുക. അപ്പോൾ 8 മൈനസ് 2 ബൈ 3 ഈക്വൽ ടു 26 മൈനസ് 8 ബൈ 9 ഇസ് ഈക്വൽ ടു സെഡിന് 12 കൊടുത്താൽ 12 മൈനസ് 4 ബൈ 4. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 8 മൈനസ് 2 6, 6 ബൈ 2 6 ബൈ 3 2 കിട്ടും. 26 മൈനസ് 8 is 18, 18 ബൈ 9 2 കിട്ടും. ആൻഡ് 12 മൈനസ് 4 is 8, 8 ബൈ 4 2 കിട്ടും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ വെച്ച് നോക്കുമ്പോൾ എല്ലാ റേഷ്യോ സെയിം ആയിട്ട് വരുന്നുണ്ട്. സോ ഏതാണ് ആൻസർ വരിക, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ.